ഹലോ ഗേസ്. അപ്പോൾ ഞങ്ങളിതാ വണ്ടിയിലോട്ടോ ഏകദേശം ഒരു 4:30-5 മണിയാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നേരെ ബാംഗ്ലൂർക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇനി ബാംഗ്ലൂർക്ക് പോകേണ്ട കാഴ്ചകളൊക്കെ നമ്മൾ കാണാനുള്ളത്. ഷെയ്മോൻ ഇതാ പോവാന്ന് പറഞ്ഞാൽ ആൾക്ക് ഉറക്കമില്ല, ഒന്നുമില്ല. ഒരു ചിരി കൊടുത്തോ, ചിരി കൊടുക്ക്, ഒരു ടാറ്റ കൊടുത്താ. നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ടാറ്റ കൊടുത്താ, ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുത്താണ്. അപ്പൊ ഗേസ്, അപ്പൊ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് നമ്മളെ കൂടെ. ഞങ്ങള് 3 ആളല്ല, നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആരാണ് നമ്മളെ കൂടെ ഉള്ളത്? പറഞ്ഞു കൊടുക്ക്. ഓന്റെ തെറ്റി മാം ഉണ്ട്. അപ്പൊ ഞങ്ങളിതാ അവരെ വിളിക്കാൻ പോകും. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, പിന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, ബെല്ലൈക്കനൊക്കെ അടിച്ചു പൊട്ടിക്കാൻ പറയും ഷെയ്മോനെ. ഹലോ ഗേസ്, അപ്പൊ ഞങ്ങൾ ഏകദേശം നിലമ്പൂരെത്താനായിട്ടാണ്. നിലമ്പൂരെത്താനായി. ഞങ്ങൾക്ക് നല്ല വിശക്കുണ്ട്. അപ്പൊ ഞങ്ങളൊരു സ്ഥിരം സ്പോട്ട് ഉണ്ട് കേട്ടോ, നല്ല പൊറാട്ടയും അതിലൊക്കെ ഞങ്ങളെപ്പോഴും ബൈക്കുമ്പോൾ പോകുമ്പോൾ അവിടെ പോയിട്ട് നിർത്തിയിട്ട് കഴിച്ചിട്ടാ പോക്കട്ടോ. കുറച്ച് നേരം ബൈക്കി കിട്ടും. അപ്പൊ നമ്മളെ ഗസ്റ്റിന് എടുക്കാൻ പോകുമ്പോൾ നേരെ ബൈക്ക്. നമ്മളെ ഗസ്റ്റ് ഉണ്ട് ബാക്കിൽ. കാണിച്ചെടുത്ത നമ്മളെ ഗസ്റ്റ് ആരാന്ന്? ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ്. എവിടക്കാണ്? ഇതാണ് ഞങ്ങളെ ജസാട്ടാ. ഷെയ്മോന്റെ തെറ്റിമാമ എന്ന് പറഞ്ഞ. അപ്പൊ ഇനി ഞങ്ങള് നേരെ കുറച്ച് നേരം നല്ല പൊറാട്ടയും നല്ല അയിലക്കറിയൊക്കെ ഉണ്ടാവും അടുത്തുനിന്നിട്ട്. എന്താണ് ജസ, എവിടേക്കാണ് പോണേ? ജസക്ക് എന്താ പറയാനുള്ളത്? ജസനെ കാണിക്കല്ലോ. ജസക്ക് സ്കൂളൊക്കെ പൂട്ടിയിട്ട് ഇനിയിപ്പോ ഞങ്ങള് ബാംഗ്ലൂരാണ് ചേർക്കാന്ന് കരുതി. എന്താ എന്റെ അഭിപ്രായം ജസ? ഞങ്ങള് ബാംഗ്ലൂരാണ് അവിടെ സ്കൂളിലൊക്കെ ചേർത്തിട്ട് അവിടെ കൂട്ടാൻ തരും ബാംഗ്ലൂരിൽ തന്നെ. എന്തെങ്കിലും അഭിപ്രായം അല്ലേ? എല്ലാരും എന്താ പറയണത് നോക്കണം. അവിടെ ചേർക്കും. എന്താ പറയുള്ളത്? ചെറിയ ചലിച്ചാണെന്ന് ക്യാമറ എടുത്തപ്പോ മുണ്ടണിയല്ലോ. അപ്പൊ എന്നാലും ഞങ്ങള് ആദ്യം ചായ കുടി. ഓക്കെ, നമ്മളെ ആശാന് എന്താ കിടന്നുറങ്ങണട്ടാ. വണ്ടി കയറിയപ്പോൾ കിടന്നുറങ്ങിയ 2:30 നീച്ചു കിടന്ന്. ഇടിയും മഴയായിരുന്നിട്ട് നല്ല ഇടിയും മഴയായിരുന്നു രാത്രി. അപ്പൊ പെട്ടെന്ന് 2:30 തന്നെ നീച്ചിക്കണ്. ഇവര് രണ്ടാളും കൂടി എന്നെ നീപ്പിച്ച് എന്നിട്ട് എന്റെ ഉറക്കാണ് കളി. അല്ലല്ല, ഇവര് രണ്ടാളും കൂടി നീച്ചിക്കാണ്ട് എന്നെ തോണ്ടിക്കാണ്ട് പറയാം ഇടി പൊട്ടിയിട്ട് അങ്ങോട്ട് സെന്ററിൽ കിടന്നിട്ട്. അതാണ് അവസ്ഥ. എന്തായാലും വേണ്ടില്ല. അപ്പൊ എന്തായാലും ഞങ്ങള് ഫുഡ് കഴിക്കുന്ന സ്പോട്ട് ഒന്ന് കാണിച്ചിട്ടോ. അങ്ങനെ ചെയ്യുമ്പോ അതാ ഫോണ് ഉറങ്ങി തൂക്കുന്നുണ്ട്. അതാ പോട്ടെ, അതാ പോയി. ചായ കുടിക്കാൻ ഈച്ചാണ്. ഇതാ നമ്മുടെ ഗസ്റ്റ്. എന്താണ് എനിക്കെന്താ പൊറോട്ട അയിലക്കറി പറ്റൂല? പിന്നെ എല്ലാം കറക്റ്റ് നമ്മളെ സ്ഥലത്തേക്ക് സ്പോട്ട് എത്തിക്കണേ. മറ്റാൾ വീണ്ടും ഉറങ്ങിക്കട്ടോ. അയിലക്കറി നമ്മളെ സ്പെഷ്യൽ അയിലക്കറി. ഇതാ പൊറോട്ട. എങ്ങനെയുണ്ട് ഷെയ്മോൻ? എങ്ങനെയുണ്ട് പൊറോട്ട അയിലക്കറി? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? കഴിച്ചു കിട്ടാ? കഴിച്ചിട്ടൊന്ന് അഭിപ്രായം പറയും. ഞങ്ങള് എന്ന് ഇതിൽ കൂടെ പോകുമ്പോൾ കഴിക്കുന്ന സാധനമായിട്ടത്. ഈ ഹോട്ടലിലാട്ടാ. അപ്പോൾ നിങ്ങൾ ഈ വൈകിട്ട് പോകുമ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം. അപ്പോൾ ഇതാ ഞങ്ങളെ പൊറോട്ടയും അയിലക്കറിയൊക്കെ തിന്നിട്ടോ. അത് ഇന്നും ആ ടേസ്റ്റ്. ഞങ്ങളിപ്പോൾ എത്ര 2-3-4 കൊല്ലമായി ഇപ്പോൾ ബാംഗ്ലൂർ പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ ബൈക്കിൽ വരുവാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ബൈക്കിൽ ഇട്ടു. അപ്പോൾ വണ്ടിയിട്ട് വന്നപ്പോൾ അവിടുന്ന് കഴിച്ചു. എങ്ങനെയുണ്ട് ഇത്? അതേ ടേസ്റ്റ് ഇല്ലേ ഇപ്പോൾ? നമ്മൾ ഗസ്റ്റിനോട് വെച്ചേക്കാ. ജസ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? സൂപ്പറാ? ജസക്ക് ഇഷ്ടപ്പെട്ട് കിട്ടാ. നല്ല മീനൊക്കെ ടാറ്റ കൊടുക്കണോ? തെറ്റിമാമോടെ കഞ്ഞി കുടിക്കണ കാണിച്ചു കൊടുക്ക്. മറ്റേ ക്യാമറമാനെ ഒപ്പം കണ്ടാടുന്നോളേ. അവളൊന്നും പറയണില്ലല്ലോ. അതൊക്കെ 2 ദിവസം കാറ്
6 പല്ലുണ്ട്, 2 കണ്ണുണ്ട്. സൈമന്റെ അയ്യ എവിടെ? അപ്പൊ ഞങ്ങളിതാ ബന്ദിപ്പൂര് കാട്ടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കിതാ ആനനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ജസക്ക് കാണാൻ പറ്റുമോ ഇല്ലേന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ആന കൂടിയല്ലേ ആന പോയത്. ഇവിടെ കുറെ മാൻകൂട്ടൊക്കെ വണ്ടിയൊക്കെ നിർത്തിക്കാതെ. ജസക്ക് കാണിച്ചു കൊടുക്കും. ജസക്ക് കാണിച്ചു തരട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് ജസക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. യേസ് ജസക്ക് ആനനെ കാണിച്ചു കൊടുക്കാൻ പോകുന്നതാണ്. കണ്ടോ ജസേ അവാദക്കട് കാട്ടിനുള്ളിൽ ആന. കണ്ടോ കണ്ടോ കണ്ടോ. ജസനെ ഇതാ ആനനെ കണ്ടേ. കണ്ടോ ആനനെ എങ്ങനെ കണ്ടാ? കണ്ട് ചേട്ടാ ആനനെ കണ്ടാ? അപ്പൊ ഞങ്ങൾ ആനനെ കണ്ടിട്ടോ. ഇനി നമ്മളെ റോഡിലേക്ക് വല്ല ആന ചാടുണ്ടോ നോക്കട്ടെ. അങ്ങനെ ഞങ്ങള് മൈസൂർ ടു ബാംഗ്ലൂർ റോഡാട്ടോ, നെയ്സ് റോഡ് എന്നൊക്കെ പറയുന്ന റോഡിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 1 മണിക്കൂറൊക്കെ യാത്ര ഉള്ളൂ കേട്ടോ. ആദ്യമൊക്കെ 2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ഇവിടേക്ക് ഇനി എത്തുന്ന അറിയും കൂടില്ല, അത്രയ്ക്കും അടിപൊളി റോഡ്. ജസക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് ജസക്ക് ബർഗർ എന്താ ദിവസേ ടോക്കണ ഷെയർക്ക് എന്താണ് ഷെയർക്കെന്താ വേഗം ബർഗർ അതോ ഷെയർ വെള്ളം കിട്ടിയിട്ടാ. അപ്പൊ എന്ത് ബർഗർ പറയണേ? ചിക്കനാ ചിക്കനാ ഓളതാ ബർഗറൊക്കെ പറഞ്ഞു കേട്ടാ. ഇപ്പൊ വരുമോ ഇത് ഉണ്ടാക്കാണ് ഇത് ടോക്കന് ഇത് എവിടെയെങ്കിലും കണ്ടുകണോ? ഇങ്ങനെയാണ് എനിക്ക് ടോക്കനൊക്കെ കൊടുക്കല്. ഞങ്ങളെ ബർഗർ വന്നു കേട്ടോ. 2 വെച്ചിട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. ഷെയ്മാൻക്ക് എത്ര? ഷെയ്മാനെ ഷെയ്മാൻ ഷെയ്മാൻ എത്ര 2 വിശക്കുണ്ടോ? ഞങ്ങൾ ബർഗർ ആക്കിട്ടോ. ബർഗർ കഴിച്ചിട്ട് കാണാം. ടേസ്റ്റ് ഉണ്ടോ ഷെയ്മാനെ? ടേസ്റ്റ് ഉണ്ടോ ബർഗർ? സൂപ്പറാ. അതാ അതൊന്നും വേണ്ട, അത് വേണം. ടേസ്റ്റ് ഉണ്ടാ? സൂപ്പർ. സൂപ്പറാ സൂപ്പറാ. ഞങ്ങള് ബർഗർ കിങ് കയറിയിട്ട് ബർഗറൊക്കെ അടിച്ചിട്ടോ. അടിപൊളിയായിട്ട് ഓരോരുത്തർ 2 ബർഗറൊക്കെ കേട്ടോ. ഇപ്പം ഏതായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കൽ ടാസ്ക് പരിപാടി. എനിക്ക് പുറത്തത്തെ ഫുഡ് അത്ര കണ്ട് കഴിക്കില്ല. അപ്പോൾ നമുക്ക് പിന്നെ പുറത്തത്ത് പിന്നെ ജസക്കും ബർഗർ മതി. പിന്നെ ഞങ്ങൾ ബർഗർക്കാണ് കയറിയിട്ടാണ്. കുഴപ്പമൊന്നുമില്ല. എന്താണ് ബർഗർ? എന്താണ് സൂപ്പറല്ല? ജസക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? സൂപ്പറല്ല? അനക്കാ ഷെയാൻക്ക് ബർഗർ ഇഷ്ടപ്പെട്ടിക്കണോ? എനിക്ക് കുറച്ച് തന്നിട്ടുള്ളൂ, പാട്ടൊന്നും കേൾത്തണ്ട. അപ്പോൾ എന്തായാലും കേസ് അപ്പോൾ ഇങ്ങനെ നേരെ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഏകദേശം ഇങ്ങനെ ഇവിടുന്ന് ഒരു 50 കിലോമീറ്ററിന് അടുത്തുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൂമിൽ പോയിട്ട് നല്ല അടിപൊളി പോത്തിട്ട് നമ്മളെ പോത്തിനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതും ഈ ഷാരു വേറെന്താ സ്പെഷ്യല് തീരുമാനിച്ചില്ല, അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് തിന്നട്ടോ. അപ്പം നമ്മൾ 2 ബർഗറുമ്പോൾ ഒതുക്കിയിരിക്കണം. ഇനി നേരെ അവിടെ റൂമിൽ പോകട്ടോ. അങ്ങനെ ഞങ്ങളുടെ യലഹങ്ക എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ യാത്ര ചെയ്താൽ ഞങ്ങളുടെ റൂമിലെത്തിട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് CNG ഫുള്ളാക്കണം. അപ്പോൾ CNG ഫുള്ളാക്കിയതിന് ശേഷം അപ്പോൾ ഏകദേശം കഴിയാനായിരിക്കും. CNG ഫുള്ളാക്കി നേരെ ഞങ്ങൾ റൂമിലേക്ക് പോകും. അങ്ങനെ ഞങ്ങളെ റൂമിൻ്റെ താഴത്തെത്തിക്കണം. ഈ സാധനങ്ങളൊക്കെ മേലെത്തിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും എന്തായാലും ബാംഗ്ലൂരിലത്തെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഉണ്ടാവും.